രൂപ ശമ്പളമാകുന്ന പാവപ്പെട്ട ജീവനക്കാരന് അവൻ പട്ടിണിയിലാവുന്ന തരത്തിലേക്ക് ഉത്തരവിറക്കുമ്പോ അത് വലിയ പ്രതിഷേധം ഈ മേഖലയിൽ വരുന്നു എന്ന് ഉയർന്നു വരുന്ന ശബ്ദങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അതിന് മറുപടി കണ്ടെത്തുന്നതിന് പകരം അനന്തമായി ഇത് നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമമാണ് ഇതിന്റെ അധികാരികൾ സ്വീകരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് 8,000 രൂപ വേതനമാകുന്ന ജീവനക്കാരന്റെ വേതനത്തിൽ നിബന്ധനകൾ ഏർപ്പെടുത്തി അവൻ 1-ാം തീയതി ആകുമ്പോൾ അല്ലെങ്കിൽ 10-ാം തീയതിക്ക് മുമ്പ് അവന് ലഭ്യമാകുന്ന ഏറ്റവും തുച്ഛമായ വേതനം കൊടുക്കുന്ന കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകുന്നത്? എവരാണോ കേരളത്തിലുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണക്കാർ? നിങ്ങൾ പരിശോധിക്കണ്ടേ? ധനകാര്യമന്ത്രിയും ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരും ധനകാര്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുമല്ല ഇതിന് ഉപദേശം കൊടുക്കുന്ന ആളുകൾ പരിശോധിക്കണ്ടേ? 8,000 രൂപ കൊടുക്കുന്ന വകുപ്പിലെ പണിയെടുക്കുന്ന ജീവനക്കാർക്ക് വേതനം നിഷേധിച്ചത് കൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമോ? കഴിഞ്ഞ ദിവസം ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന ക്യാമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രമേയമുണ്ട്. ധനകാര്യമന്ത്രിക്ക് ഇമെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ജോയിന്റ് കൗൺസിൽ. പെൻഷൻ പറ്റി പിരിഞ്ഞതിന് ശേഷവും ഉന്നതരായ സർക്കാർ ജീവനക്കാർക്ക് സർക്കാർ മേഖലയിൽ ഉന്നതമായ കസേരകളിൽ നിന്ന് വിരമിച്ചതിന് ശേഷം 1.5 ലക്ഷവും 2 ലക്ഷവും പെൻഷനും ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന ആളുകൾക്ക് യാതൊരു മാനദണ്ഡവുമില്ലാതെ പുനർനിയമനം കൊടുത്തിട്ടുള്ള ഒരു ഗവൺമെന്റ്, ഒരു സംസ്ഥാനമാണ് കേരളത്തിലെ ഈ ഗവൺമെന്റ് കാലത്ത്. വിരമിച്ചുപോയ എത്ര IAS-കാരും IPS-കാരുമാണ് വിവിധ തസ്തികകളിൽ ഇപ്പോ നിയമനം കിട്ടി 2.5 ലക്ഷം രൂപ ചീഫ് സെക്രട്ടറിയേക്കാൾ ശമ്പളം വാങ്ങുന്ന വിരമിച്ചുപോയ ചീഫ് സെക്രട്ടറി ഉണ്ട് ഈ കേരളത്തിൽ. ഞങ്ങൾ തെളിവുകളോടെയാണ് സംസാരിക്കുന്നത്. ചീഫ് സെക്രട്ടറി ആയിരുന്നിട്ട് വിരമിച്ച് വീണ്ടും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മേധാവിയായി അവരോധിക്കപ്പെടുകയും പെൻഷനും ആനുകൂല്യങ്ങളും എല്ലാം ചേർത്ത് കൂട്ടിയെടുക്കുമ്പോൾ നിലവിലെ ചീഫ് സെക്രട്ടറി വാങ്ങുന്നതിനേക്കാൾ ശമ്പളം വാങ്ങുന്ന IAS ഓഫീസർമാരില്ലേ? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പുനർനിയമനം കൊടുക്കാൻ തീരുമാനിച്ചത്? യോഗ്യരായ സർവീസിലുള്ള ആളുകളെ ആ മേഖലയിലേക്ക് പരിഗണിച്ചിരുന്നുവെങ്കിൽ പ്രതിമാസം എത്ര ലക്ഷം രൂപയുടെ സാമ്പത്തിക ലാഭം ഈ കേരളത്തിലെ ഗവൺമെന്റ് വരുത്താൻ കഴിയും? എന്തുകൊണ്ട് അങ്ങനെയുള്ള ആലോചനകളിലേക്ക് ഗവൺമെന്റ് പോകുന്നില്ല? ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് 8,000 രൂപ വാങ്ങുന്നവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാങ്ങി ധനനിയന്ത്രണം നടത്താമെന്ന് ഈ ഗവൺമെന്റ് വ്യാപരിക്കുന്നുണ്ട് എങ്കിൽ അത് വലിയ പ്രതിഷേധത്തിന് കേരളത്തിൽ കാരണമാകുമെന്ന് ജോയിന്റ് കൗൺസിൽ സൂചിപ്പിക്കുകയാണ്. മാറ്റം വരുത്തണം. എവിടെയാണ് നമ്മുടെ പ്രതിബദ്ധത തെളിയിക്കേണ്ടത്? ആരുടെ പക്ഷമാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ പക്ഷം എന്ന് പറയണം. 8,000 രൂപ വാങ്ങുന്ന സാധാരണക്കാരന്റെ പക്ഷത്തിലാണോ? 2.5 ലക്ഷം രൂപ വിരമിച്ചതിന് ശേഷവും ആനുകൂല്യങ്ങളും പെൻഷനുമായി വാങ്ങുന്ന അവർക്കൊരു മുടക്കവുമില്ലാതെ ഇതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന അവരോടൊപ്പമാണോ ഈ ഗവൺമെന്റിന്റെ പക്ഷം എന്ന് പരസ്യമായി ധനകാര്യമന്ത്രി പറയണമെന്നുള്ളത് തന്നെയാണ് ജോയിന്റ് കൗൺസിലിന്റെ അഭിപ്രായം. നിങ്ങൾ പറയണം. 8,000 രൂപ വാങ്ങുന്ന അരവയർ നിറയ്ക്കാൻ വല്ലാതെ പാടുപെടുന്ന പാവപ്പെട്ട ശുചീകരണ തൊഴിലാളികൾക്ക് 3 മാസമായി ശമ്പളമില്ലെന്ന് പറയുമ്പോൾ എന്താണ് അത് പരിഹരിക്കാനുള്ള മാർഗമെന്ന് തീരുമാനിക്കണ്ടേ? ഒരുപാട് കരാർ നിയമനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്, പല പേരിൽ നടപ്പിലാക്കുന്നുണ്ട്. ആ കരാർ നിയമനം കിട്ടിയ ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ എന്ന പേരിൽ ഏർപ്പെടുത്തിയ നിബന്ധന 2005 കോടതി വിധിയെ തുടർന്ന് 15, 20, 10 വർഷമായി ഈ മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാരന് ശമ്പളം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള വിഭാഗങ്ങൾക്ക് അലോട്ട്മെന്റ് വേണ്ടേ? കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് ശമ്പളം മാറിക്കൊടുക്കുന്നത് ഏത് നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണോ അതേ നിബന്ധന പ്രകാരമാണ് ഈ കണ്ടിജന്റ് കാഷ്വൽ ജീവനക്കാർക്ക് നാളിതുവരെ ട്രഷറികളിൽ നിന്നും ബില്ല് സമർപ്പിക്കുമ്പോൾ അവർക്ക് വേതനം മാറിക്കൊടുത്തുകൊണ്ടിരുന്നത്. അതേ നിലപാട് തുടരാൻ വേണ്ടിയുള്ള ഉത്തരവുകൾ ഉണ്ടാവണം. മറിച്ചുണ്ടായ ഉത്തരവുകളിൽ ഭേദഗതി വരുത്താൻ ആ ഉത്തരവുകൾ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം. കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായ മറ്റൊരു ഉത്തരവുണ്ടായി. അത് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക്, അധ്യാപകർക്ക് ശമ്പളം മാറുന്നതിന് വേണ്ടി ഇതേ നിബന്ധന ഏർപ്പെടുത്തിയപ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകളുടെ മാനേജ്മെന്റുമാർ, അൺഎയ്ഡഡ് സ്കൂളിലെ ജീവനക്കാർ, എയ്ഡഡ് സ്കൂളിലെ ജീവനക്കാർ അവരുടെ ശമ്പളം മാറുന്നതിന് പ്രതിസന്ധി ഉണ്ടായപ്പോൾ വലിയ സമ്മർദ്ദത്തെ തുടർന്ന് ആ ഉത്തരവ് മാറ്റിയിറക്കാൻ ഈ ഡയറക്ടർ തയ്യാറായല്ലോ.
ഈ വകുപ്പ് തയ്യാറായല്ലോ, ധനകാര്യ വകുപ്പ് തയ്യാറായല്ലോ. എന്തുകൊണ്ട് എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് കൊടുക്കേണ്ട വേതനത്തിൽ പ്രതിസന്ധി വന്നപ്പോ ഉത്തരവ് സമാനമായ രീതിയിൽ മാറ്റിയിറക്കിയ ഒരു സംവിധാനം 8,000 രൂപ വാങ്ങുന്നവന് മാത്രം നിബന്ധന ഏർപ്പെടുത്തുന്നത് എന്തിനാണ്? എന്തിനു വേണ്ടിയാണ് അവർക്ക് ശമ്പളം മാറി കിട്ടുന്നതിന് വേണ്ടി ഈ ആസ്ഥാന കാര്യാലയത്തിലേക്ക് സമരരംഗത്തേക്ക് വരുന്നത്? അത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? ഓണനാളുകൾ വരാൻ പോവുകയാണ്. ഓണത്തിന് ഈ വിഭാഗം ജീവനക്കാർ പട്ടിണിയാകുന്ന അവസ്ഥ എങ്ങനെയാണ് കേരളത്തിൽ ഭൂഷണമാവുക? അങ്ങനെ ഒരു നിലപാടുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് ജോയിന്റ് കൗൺസിൽ വ്യക്തമായി ഗവൺമെന്റിനോട് പറയുകയാണ്. ഓണനാളുകൾക്ക് മുമ്പ് എല്ലാവരും ബോണസും ഉത്സവത്തെ എല്ലാം വാങ്ങുമ്പോ ഈ പാവപ്പെട്ട ജീവനക്കാരന് കിട്ടാന്റെ ശമ്പളം മാറി കിട്ടണം. 5 ജില്ലകളിൽ പ്രതിസന്ധിയുണ്ട്. റവന്യൂ വകുപ്പിൽ പല മേഖലകളിലും ശമ്പളം മാറുന്നില്ല. മൃഗസംരക്ഷണ വകുപ്പിൽ പല ഓഫീസുകളിലും അവിടെ ഇരുന്ന് ശമ്പളം എഴുതുന്ന ആളുകൾ ഒരു ഉത്തരവ് കിട്ടിയാൽ അത് തന്നെ ഞങ്ങൾക്ക് ആദ്യം പ്രയോഗിക്കാം. 8,000 രൂപ വാങ്ങുന്നതിന്റെ കാര്യമാണല്ലോ. നിയമം നടപ്പിലാക്കാൻ ഏറ്റവും ആദ്യപടിയായി സ്വീകരിക്കേണ്ടത് അവരുടെ മേലിലാണല്ലോ നിയമം പ്രയോഗിക്കേണ്ടത്. ആദ്യത്തെ ഉത്തരവ് എഴുതും. കൃഷി വകുപ്പിലും സമാനമായ സാഹചര്യമുണ്ട്. ആരോഗ്യ വകുപ്പിലുണ്ട്. ആരോഗ്യ വകുപ്പിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരുടെ ശമ്പളം മാറുന്നതിന് വേണ്ടി പ്രത്യേക ഉത്തരവ് ഈ ഡയറക്ടറേറ്റിൽ നിന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. എന്തിനാണ് ഓരോ വിഭാഗവും ഓരോ വകുപ്പും പ്രത്യേകമായി തിരിച്ച് നിങ്ങൾ ഉത്തരവിറക്കുന്നത്? ഒറ്റ ഉത്തരവിലൂടെ എല്ലാ വകുപ്പിലും ജോലി ചെയ്യുന്ന കരാർ, കാഷ്യർ, കണ്ടിജന്റ് ജീവനക്കാർക്ക് ശമ്പളം മാറി കിട്ടുന്നതിന് വേണ്ടിയുള്ള തടസ്സം നീക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം. ആ നിലപാടുകൾ സ്വീകരിച്ചില്ലെങ്കിൽ തുടർ പ്രക്ഷോഭത്തിലേക്ക് ഓണനാളുകളിൽ കേരളത്തിലെ ജോയിന്റ് കൗൺസിലും കണ്ടിജന്റ് എംപ്ലോയീസ് ഫെഡറേഷനും കേരളമാകെ ഈ സമരം വ്യാപിപ്പിക്കും. പട്ടിണി കിടന്നുകൊണ്ടാണെങ്കിൽ പട്ടിണി കിടന്നുകൊണ്ടും ഈ വിഷയത്തെ നേരിടാൻ കേരളത്തിലെ ജോയിന്റ് കൗൺസിൽ ഈ കണ്ടിജന്റ് എംപ്ലോയീസ് ഫെഡറേഷന് വേണ്ടി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വേതനം മാറിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാകുന്നത് വരെ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകും എന്ന് മാത്രമാണ് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ഓണത്തിന് മുമ്പ് ഈ പാവങ്ങളുടെ ശമ്പളം മാറിക്കിട്ടണം. മറ്റുള്ളവർക്ക് ബോണസും ഉത്സവത്തെയും എല്ലാം എഴുതുന്നതിന് മുമ്പേ ആദ്യത്തെ പരിഗണന ഈ കണ്ടിജന്റുകാർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത തിരക്കുകൾക്കിടയിലും ഈ സാധാരണപ്പെട്ട ഏറ്റവും താഴെത്തട്ടിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായ ജോയിന്റ് കൗൺസിലിന്റെ തിരുവനന്തപുരം സൗത്ത് നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളെ കണ്ടിജന്റ് എംപ്ലോയീസ് ഫെഡറേഷന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട ജീവനക്കാരെ എല്ലാം ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ജീവനക്കാരെയും സഖാക്കളെയും ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പട്ടിണി സമരം ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക.